ഗായ്സ് എല്ലാവർക്കും ഗെയിംസ്റ്റർ എക്സ്പ്ലോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ സിവിക്ക് എടുക്കാൻ പോകണം. മോഡിഫൈ ചെയ്ത ഒരു പുതിയ സിവിക്ക്. ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് ഇടാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാൻ മോഡിഫൈ ചെയ്തു ആ വണ്ടി. എൻജിനും കാര്യം കയറ്റിയിട്ടില്ല, മോഡിഫൈ ചെയ്തു. ആ വണ്ടി എടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ആ വണ്ടി എടുക്കാൻ പോകുന്നത് നമ്മുടെ ബെൻസ് എസ് ക്ലാസ്സിലാണ് ഗൈസ്. ബെൻസ് എസ് ക്ലാസ് ആ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണേ. ട്രോപ്പിക്ക് വരെയുള്ള യാത്രയുണ്ട്. ഇപ്പോൾ ഉച്ച നേരമായി. എന്തായാലും അവിടെ എത്തുമ്പോൾ രാത്രിയാവും. ഇന്ന് അവിടെ കിടന്നുറങ്ങണം, വണ്ടിയിൽ നിന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ നമ്മളെ വണ്ടി വരും. ഓക്കെ ഗൈസ്, നമുക്ക് ഞങ്ങളുടെ യാത്രയാണ്. നല്ല ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അറിയത്തില്ല എത്ര മണിക്കവിടെ എത്താന്ന് അറിയില്ല. നോക്കണം. പുറത്ത് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. പുറത്ത് കിടന്നുറങ്ങണം, വണ്ടി ഇട്ടോർത്ത്. അപ്പം ഇങ്ങനെ ഓടിച്ചുകൂടെ. തണുപ്പ്, മഞ്ഞ സീസണാണ്. മഞ്ഞ സീസണായ കാരണം വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് ആവാം. ഞാൻ സ്പോർട്സ് ടയർ നമ്മുടെ വണ്ടിയിലിട്ടാണ്. ഇനി കുറേ പോകണം. അതാണ് എനിക്കൊരു മടി, ചെറിയ മടി. കുറേ പോകണം ഇവിടുന്ന് കടകൾ. ജസ്റ്റ് മിസ് അടി തട്ടി. ആയാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ട്രോപ്പിക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഈ ഷോറൂം എത്താൻ വേണ്ടിയിട്ട്. പെട്രോള് നമുക്ക് അടിക്കേണ്ട പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചാണ് വണ്ടിക്ക് നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ 2 കട്ടയും കൂടിയും ബാക്കിയാണ് നിൽക്കുന്നുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചത്. ഇപ്പോൾ 2 കട്ടയും കൂടിയും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഗൈസ് നമ്മുടെ ഷോറൂം എത്തി. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാം. നാളെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരും, എൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുപോകും അവൻ. അപ്പോൾ നാളെ രാവിലെ അവന് വണ്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ സിവിക്ക് എടുത്തിൻ്റെ വീട്ടിൽ പോകും. പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ വണ്ടി എടുക്കും. എൻ്റെ വണ്ടി തരും. അപ്പോൾ രാത്രിയായി. നമ്മളിവിടെ എത്തിയപ്പോൾ 12:30 ഇപ്പോൾ സമയം. ബാക്കിൽ ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങും. വഴി ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു, അത് ഓഫ് ചെയ്യാം. ഇവിടെ കിടന്നാണ് ഞാൻ ഉറങ്ങാൻ പോകണം. നാളെ രാവിലെ ആക്കണം. എനിക്ക് കാറിൽ കിടക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല കാറിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായാലും ഞാൻ വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ്. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിൽ പോയി കിടന്നുറങ്ങാം. നാളെ രാവിലെ സിവിക്ക് കൊണ്ടുവന്ന് നമ്മൾ പൊളിക്കുന്നതാണ്. സിവിക്ക് ഞാൻ അവരോട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എഞ്ചിനും കാര്യങ്ങളും കയറ്റിയിട്ടില്ല. എന്നാണ് വേറെ വിഷയം. എനിക്ക് കാണാൻ കൊതിയാവണം. പെട്ടെന്ന് നാളെ മതിയും മര്യാദക്ക് ഉറക്കാൻ വല്ലാതെ വിഷയം. അപ്പോൾ ഗൈസ്, എന്തായാലും രാവിലെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സിവിക്ക് കുറച്ച് ലേറ്റ് ആകുമെന്നാണ് അവർ പറഞ്ഞേക്കണേ. കാരണം വണ്ടീൻ്റെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും ഒരു 10 മണിയുണ്ട്. ഒരു 12-1 മണിയാകുമ്പോൾ വണ്ടി നോക്കിയാൽ മതി. അപ്പോഴെങ്കിൽ എനിക്കിന്ന് മൂത്രം ഒഴിക്കണം. ഞാൻ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം ഗൈസ്. ഇന്ന് രാത്രി എന്തുട്ടൊക്കെ കുറുക്കൻ്റെ ഒക്കെ സൗണ്ട് ആയിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. പുറത്തും കൂടി കിടന്ന് ഉറങ്ങി. ഇനി എത്തായാലും മൂത്രം ഒഴിച്ചിട്ട് കാണാം. അപ്പം ഗായ്സ്, മൂത്രം ചോദിച്ച് പിന്നെ വെള്ളം കുടിക്കാൻ ദാഹിച്ചു. അപ്പോൾ വെള്ളം കുടിക്കാൻ മുകളിലേക്ക് കയറി വന്നപ്പം നമ്മുടെ സിവിക്ക് അടിയാൻ വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് പോയി നോക്കാം സിവിക്ക് വന്നോ ഇല്ലയോ. സിവിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് ഗൈസ്. സാധനം എങ്ങനെ ഇരിക്കുന്നു അറിയില്ലല്ലോ. എന്തായാലും ഇവിടുത്തെ ഇവർ കൊടുക്കണ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഏതോ ഒരു കുട്ടിക്കാർ നിൽക്കുന്നുണ്ട്. മറ്റേ ഓൾട്ടോൻ്റെ ഒക്കെ പോലെ ഉണ്ട് എനിക്ക് കാണുമ്പോൾ. ഈ വണ്ടി തോന്നണം. പക്ഷേ ഓൾട്ടോയ്ക്ക് അങ്ങനെ LED ലൈറ്റ് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടില്ല. അവിടെ 2 BMW X7 കിടക്കുന്നുണ്ട്. കിടക്കാച്ചി BMW X7. ഇതാണ് ഇവിടുത്തെ സർവീസിൻ്റെ ഇത് വരണേ. സർവീസിൻ്റെ കാര്യങ്ങൾ വരണേ ഇവിടെയാണ് കേട്ടോ. ഓക്കെ വാതിലടച്ചിടാം. അതെ, അവിടെ 2 BMW X7 കിടക്കുന്നുണ്ട്. കിടക്കാച്ചി BMW X7 ആണ് ഇവിടെ കിടക്കണത്. ഈ ഷോറൂമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അറിയാൻ നോക്കിയിട്ട് പറയാം നിങ്ങളോട്. പിന്നെ അവിടെ ഏതോ ഒരു കിയ റേഞ്ച് റോവറാണ്. എങ്ങനെ മുകളിൽ പോലത്തെ ഒരു ലുക്ക് വരുന്നുണ്ട്. പേരൊന്നും കൊടുത്തിട്ടില്ല, അതാണ് വേറെ വിഷയം. ഇതെനിക്ക് കാണുമ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ലുക്ക് പോലെയുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ അപ്പുറത്തൊരു വണ്ടി വേറെയുണ്ട്.
ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്, ഹോണ്ട സിവിക്. സെറ്റ് ലോവർ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ലോവർ ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. ലോവർ ചെയ്ത് വെക്കണം എപ്പോഴും മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ. ലോഗോ റെഡ് കളറിലാണ് ചെയ്തേക്കണേ. സിവിക്ക് 226 HP 371 km 14.9 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ള ആ കൂടിയിട്ട്. ഓക്കെ ഗൈസ്, ഇനി ഇത് കൈയോടെ വാങ്ങിക്കണ ചടങ്ങാണ്. കാശൊക്കെ കൊടുത്തിട്ട് അമ്മാതിരി വർക്ക് നമ്മളോട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസി ആണപ്പോൾ സ്ഥലത്ത് പോയിട്ട് വണ്ടി പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോറും അടച്ചേക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി സിവിക്ക് നമുക്ക് സ്വന്തം. ഞാൻ ആ വാങ്ങിച്ച വീഡിയോ ഇട്ടില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമ്മൾ വണ്ടീൻ്റെ പേര് നമ്മൾ ഇട്ടാണ് ബൂമർ എന്നാണ്. ഒരു കിടക്കാച്ച പേര് തന്നെ കിട്ടി, അത് നമ്മൾ ഇട്ടു, അത്രേ ഉള്ളൂ. പിങ്ക് കളറിലാണ് വണ്ടി വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കാർ നമുക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ ഉള്ളിൽ കയറാം, നേരെ വീട്ടിലേക്ക് വിടയ്ക്കുക. ആ ഡോറൊക്കെ അവിടെ തുറന്നിട്ട് വന്നിട്ടുണ്ട് അവർ, നമുക്ക് അതിൽ കൂടി എടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ഡോർ, വലിയ ഡോർ തുറന്നിട്ട് ആ സർവീസിനുള്ള വണ്ടികൾ ഇറങ്ങിച്ചില്ലുള്ള ഒരു ഡോറാണത്. ഓക്കെ, നമുക്ക് ആ ചെറിയ വാതിൽ പോലത്തെ സാധനമില്ലേ നിങ്ങളെ കാണിച്ചിട്ട് ഇറങ്ങുമ്പോൾ, അവിടെയാണ് നമ്മുടെ വണ്ടി ഇറക്കേണ്ടത്. ഓക്കെ, ഒരു കസ്റ്റമർ കാര്യങ്ങളൊക്കെ ചെയ്യും. വാസുവണ്ണനാണ് ഇയാളുടെ പേര്, ചെയ്യണ ആളുടെ വാസുവണ്ണൻ എന്നാണ് പേര്. ഈ ഡോറ് വഴിയാണ് നമ്മളെ വണ്ടി ഇറക്കണത്. ഫാട്ടിയൊക്കെ തട്ട നോക്കി. പതുക്കെ ഇറക്കണം. വണ്ടി ലോറി ചെയ്തെങ്കിൽ രസം ഉണ്ടാവില്ല. വണ്ടി എപ്പോഴും ലോവർ ചെയ്യണം. ലോറി ചെയ്തിട്ടാണ് ഞാൻ എല്ലാ വണ്ടി ഇറക്കുമ്പോൾ ഞാൻ ലോവർ ചെയ്തിട്ട് ഇറക്കണം. അതാണ് എൻ്റെ ഒരു രീതി. ഓക്കെ, ഇനി അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു സമയം, ഇനി അവിടെ ചെല്ലുമ്പോൾ ഈവനിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 4 മണി സമയം അവിടെ ചെല്ലുമ്പോൾ. ഇപ്പോൾ രാവിലെ അല്ല, ഇനി അവിടെ എത്തുമ്പോൾ ഈവനിങ് 6 മണി ആ സമയമൊക്കെ ആവും. എന്തായാലും പോയി നോക്കാം. നമ്മൾ വീടും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഞാൻ എത്ര പതക്കമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇന്ന് സ്പോർട്സ് കാറായ കാരണം നമ്മുടെ വണ്ടി ചിലപ്പോൾ ഡ്രിഫ്റ്റ് അടിച്ച് പോകാൻ തരയുണ്ട്. അത് നേരത്തെ നമ്മൾ ബെൻസ് കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ബെൻസ് എൻ്റെ ഫ്രണ്ടിനെ കൊടുത്തുവിട്ടെ. അതാകുമ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോയി. ഞാൻ സിവിക്ക് എടുത്തു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 വണ്ടി വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ എടുത്തു വണ്ടി. അവൻ മറ്റന്നാൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി. എന്തായാലും നമ്മൾ ഗ്യാരേജിൽ കയറ്റിടാം. ഇന്നെന്തായാലും ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നില്ല. പിറ്റേ ദിവസം നാളെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. നാളത്തെ വീഡിയോയും കൂടി ചേർത്ത് ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. ഓക്കെ, ഇനി ഫുഡ് കഴിക്കുക, അല്ല ഫ്രഷായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ വണ്ടി 2000 എത്ര മോഡലാണ്, എത്ര രൂപയായി എന്നിട്ടൊക്കെ ചെയ്തു. കിറ്റ് കയറ്റിയോ, എൻജിൻ വെച്ചോ, എക്സോസ്റ്റീം വെച്ചോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ബൂമർ നാട്ടോ നമ്മുടെ വണ്ടീൻ്റെ പേര്. പിങ്ക് കളറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, വാതിൽ കയറി വാലടച്ചിട്ടേക്കാം. ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം നല്ലോണം ഉണ്ട്. മോളെ പോയിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഗായ്സ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമുക്ക് അടിയായി പോവുക. ഞാൻ എനിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി ഗൈസ്, അതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം ഗൈസ്. നമ്മുടെ വണ്ടി നമ്മുടെ ഗ്യാരേജിലാണ്. നമ്മളെ വണ്ടി നമ്മൾ ഗ്യാരേജിൽ പ്രദർശിച്ചിട്ടില്ല. ഓക്കെ, എന്നാൽ നല്ല ഉറക്കമുറങ്ങി ഗൈസ്, സെറ്റ് ഉറക്കമായിരുന്നു. വാങ്ങുമ്പോൾ വാലടിച്ചിട്ടേക്കാം. വാലും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടിക്ക് ലോഗോ ചെയ്തേക്കുന്നത് റെഡ് കളറിലാണ്, ഹോണ്ടേൻ്റെ. പിന്നെ നമ്മൾ ഹെഡ് ലൈറ്റ് മാറിയിട്ടുണ്ട്, ഡീലർ വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ ഔട്ട് ഓഫ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 16 ഇഞ്ച് ടയർസാണ് ഇതിൽ വരുന്നത്. കിടക്കാച്ച അലുവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ നമ്പർ പ്ലേറ്റും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അലോയിൽ ഇതാണ് വരുന്നത്. 16 ഇഞ്ച് ടയർസും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ അവിടെ ഇവിടെ ഞാൻ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പേര് ബൂമർ എന്നാണ് ഗൈസ്. ഒരു റെഡ് ബ്ലാക്ക് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടിപൊളി കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ലോവർ ഇത് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കണ്ടാലും മനസ്സിലാവില്ലേ. ഓക്കെ ഗൈസ്, സെറ്റ് വണ്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനും എക്സോസ്റ്റിനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റണം. സെറ്റാക്കി നമ്മൾ ഈ വണ്ടി ഇറക്കുന്നതായിരിക്കും.
നമ്മൾ ഇനി വേറെ BMW M4 നമ്മൾ ഇറക്കുന്നുണ്ട്. M5 ഇറക്കാൻ എനിക്ക് ആഗ്രഹം. പക്ഷേ നമുക്ക് M4 കിട്ടിയാലും നമ്മൾ M4 ഇറക്കും. നമുക്ക് ഏത് വണ്ടി കിട്ടിയാലും നമ്മൾ ഇറക്കും. അതിപ്പോൾ നല്ല വണ്ടിയായാലും പൊട്ട വണ്ടിയായാലും ഞാൻ നല്ല എന്ന് പറയുള്ളൂ. ഈ വണ്ടി റേസ് ചെയ്ത സീനാണ്. സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം അതൊരു പ്രശ്നമുള്ള കാരണം ഞാൻ കാണിച്ചു തരുന്നില്ല. വെറുതെ റേസ് ചെയ്യണുള്ളൂ. എക്സോസ്റ്റും പൊട്ടിക്കണില്ല. റേസ് ചെയ്യണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അങ്ങനത്തെ ഒരു ആപ്പാണ്. ഞാൻ പുതിയതായിട്ട് കസ്റ്റം ചെയ്ത് വണ്ടി എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കാം. പിന്നെ ഈ സൗണ്ടും കാര്യങ്ങളും എങ്ങനെയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും ഞാൻ നോക്കാം. അതിൻ്റെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വരുന്നത് റേസ് പക്ഷെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ലല്ലോ. ഇപ്പോൾ അവിടെ പൊട്ടുണ്ട്. എന്നാലും പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയാം. ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പോലീസൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട്. കള്ളന്മാർ ശല്യം. പോലീസും കാര്യങ്ങളൊക്കെ കൂടെ കറങ്ങി കിടക്കുന്നുണ്ട്. ന്യൂട്രൽ ഇടുമ്പോൾ പൊട്ടുണ്ട്. പാർക്കിലിട്ടാൽ വണ്ടി പൊട്ടില്ല. പിന്നെ നമ്മൾ ഗിയറൊന്ന് താഴ്ത്തണം. എന്നാലും നമ്മുടെ വണ്ടി പൊട്ടിട്ടുള്ളൂ. വണ്ടിയുടെ പുറത്തുള്ളിൽ നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്. പവർ സ്റ്റിയറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നടുവിൽ പവർ സ്റ്റിയറിങ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിൻ്റെ അടുക്കറി ഫാസ്റ്റ് ഗിയർ ബോക്സ് വെച്ചിട്ടില്ല. ഫാസ്റ്റ് ഗിയർ ബോക്സ് നമ്മൾ വെക്കുന്നതായിരിക്കും. എക്സോസ്റ്റിംഗ് ഷോർട്ടിൻ്റെ എക്സോസ്റ്റിനാണ് നമ്മൾ വെച്ചത്. അത് ഓർഡർ ഫയറിൻ്റെ എക്സോസ്റ്റിന് നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിങ് കിടക്കാച്ചി ഹോണും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ടോട്ടൽ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, എനിക്ക് എന്തായാലും വണ്ടി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി സെറ്റ് കിടക്കാച്ചി വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ കേട്ടോ.